ഹായ് ഹലോ വെൽക്കം ടു ഫോർ മൈ ഫുട്ബോൾ പോഡ്കാസ്റ്റ്. ഹലോ, കുറെ നാൾക്ക് ശേഷം ഒരുമിച്ച് പോകുന്ന ആള് ഞാനുള്ള വരാത്ത ആള്. ഓക്കെ, അതെ അതെ, ഓണാശംസകൾ. ഓണത്തിന്റെ വൈബ് ഇപ്പോഴും പോയിട്ടില്ല. ഈ ആഴ്ച കൂടി ഉണ്ട്. പോസ്റ്റ് ചെയ്യണം. യെസ്. സോ കിരൺ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും? അപ്പൊ ഇന്ന് തോക്ക് സൂപ്പർ ലീഗ് കേരള തന്നെ തുടങ്ങണം. ഓൾറെഡി കുറച്ച് മാച്ചസ് കഴിഞ്ഞു. അപ്പൊ ഫസ്റ്റ് മാച്ച് അതെ അതെ, ചെറിയൊരു പ്രോഗ്രാമൊക്കെ ഭയങ്കര ലോഞ്ച് ആയിരുന്നു അല്ലേ? ഭയങ്കര ലോഞ്ച് ആയിരുന്നു. ഇവന്റൊക്കെ നമ്മള് ഒരു അത്യാവശ്യം നല്ല പ്രൊഫഷണൽ ലീഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോലെ തന്നെ സ്റ്റാർട്ട്. IPL സ്റ്റാർട്ട് ആ ഒരു ഫോർമാറ്റ് തന്നെയായിരുന്നു. ഭയങ്കര സെലിബ്രിറ്റീസ്, എത്ര സെലിബ്രിറ്റീസ് പ്രോഗ്രാം ആയിരുന്നു. അത്യാവശ്യം നല്ല ഫണ്ടർ. ഇതിലൊക്കെ ഓൾറെഡി ഇൻവെസ്റ്റഡ് ആണ്. ജാക്കലീനൊക്കെ വന്നിട്ടാണ് അത് രണ്ടും ഡാൻസ് സെക്കൻഡ് ഹാഫ് പിന്നെ എല്ലാ മലയാളത്തിലെ മേജർ റാപ്പേഴ്സ് എല്ലാവരും വന്നു. എല്ലാവരും ഒരു മ്യൂസിക്കും ചെയ്തിരുന്നല്ലോ ഡാപ്സി SNK വേണ്ടി. എന്താ പോലെ തന്നെയല്ലേ റാപ്പേഴ്സ് ഒരുമിച്ച് ചേർന്നിട്ട് പന്തൽ സാൻഡ്. പിന്നെ അത് മാത്രല്ല ടിക്കറ്റ്സും നല്ല രീതിയിൽ വിറ്റുപോയായിരുന്നു. നല്ല ISLന്റെ അതേ ഒരു വൈബ് ഉണ്ടായിരുന്നു. പകുതി സ്റ്റേഡിയം ഫുൾ ഉണ്ടായിരുന്നു. കൊച്ചി ഇന്റർനാഷണൽ സ്റ്റേഡിയം ആക്ച്വലി ഭയങ്കര വലുതാണ്. ഏകദേശം 60,000 കപ്പാസിറ്റി. ഡൊമസ്റ്റിക് ലീഗ് ഇനീഷ്യലി 30,000 അങ്ങനെ അന്ന് ഇതുണ്ടായിരുന്നു. അറ്റൻഡൻസ് കൗണ്ട് അല്ലേ? അല്ല, ഇത് പെട്ടെന്നൊരു ലീഗ് വന്നിട്ട് അതിലിങ്ങനെ കുറെ ആൾക്കാർ ഇൻവെസ്റ്റ് ആവുക അത് ഭയങ്കര റെയറാണ്. എല്ലാ ക്ലബ്സിന്റെയും ശ്രദ്ധിച്ചാൽ മതി, എല്ലാവർക്കും നല്ല ഫാൻ ബേസ് ഒക്കെ ബിൽഡായി ചെയ്യുന്നു. അത് ഫാൻ ഗ്രൂപ്പ് അങ്ങോട്ടിങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് മാച്ച് തന്നെ കൊച്ചി മലപ്പുറം മലപ്പുറം ഫാൻസ് ആ ഗെയിമില് ഭീകരത. കൊച്ചിയിൽ വന്നിട്ട് ഒരു ഉണ്ടാക്കിയിട്ടാ പോയ. അതെ അതെ, ഇവരും പോയി ലാസ്റ്റ് മാച്ച് കാലിക്കറ്റ്. അത് പോസ്റ്ററൊക്കെ ഭയങ്കര ബേസിലാണ്. കാലിക്കറ്റിന്റെ പൃഥ്വിരാജും മറ്റേ ഗുരുവായൂർ അമ്പലത്തിന്റെ അല്ല, ഈ സെലിബ്രിറ്റീസ് ഒക്കെ ഇങ്ങനെ ഈ ഫുട്ബോളിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ അതെ ഇങ്ങനെ ഒരു പ്രൊമോഷനും കൂടിയായി. അത് ആ രീതിയിലും പ്രൊമോട്ട് ചെയ്യാം. ഓൾറെഡി ഒരു എക്സിസ്റ്റിംഗ് ഫാൻ ബേസ് ഉണ്ട്. പിന്നെ അവരൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആൾക്കാർ അറിയില്ല. ലീഗിനെ പറ്റി ആൾക്കാർ അറിഞ്ഞു. ഇത് ബ്രോഡ്കാസ്റ്റ് ഹോട്ട്സ്റ്റാറിൽ ബ്രോഡ്കാസ്റ്റ് ഉണ്ട് ഓൾറെഡി. ഇത്ര ഒരു അറിയാലോ, ആ ടൈമും കറക്റ്റ് ISL കാണുന്ന ഒരു ടൈമാണ്. അതെ, സ്കോറൊക്കെ ലൈവായിട്ട് സോഫ സ്കോറുകൾ പ്ലാറ്റ്ഫോംസിൽ അപ്ഡേറ്റ്സ് അവൈലബിൾ. അത്യാവശ്യം എങ്ങനെയാണോ ISL ഒക്കെ ഓർഗനൈസ് സെയിം പാറ്റേൺ തന്നെ ലീഗ്. അതുപോലെ ഇന്ത്യയിൽ തന്നെ സ്റ്റേറ്റ് വൈസ് നോക്കുമ്പോ ഇങ്ങനെ സക്സസ്ഫുൾ ലീഗില്ല. അത്യാവശ്യം നല്ല റീച്ച് ഉണ്ട്. അത്യാവശ്യം ഹോട്ട്സ്റ്റാറിലാണെങ്കിലും അത്യാവശ്യം വ്യൂസും കാര്യങ്ങളൊക്കെ ആൾക്കാർ ഫോളോ ചെയ്യും. ഡിസ്കഷൻസ് നന്നായിട്ട് വരുന്നത് ഇഷ്ടം പോലെ. പിന്നെ എല്ലാവരുടെയും സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസ് ഒക്കെ ഭയങ്കര ഇൻഫ്ലുവൻസേഴ്സ് വരുന്നു. ആൾക്കാർ സംസാരിക്കാൻ തുടങ്ങി ഓൺലൈനിലും നന്നായിട്ട്. പിന്നെ കേരളത്തിൽ അങ്ങനെ ലീഗും പിന്നെ നമ്മുടെ മലപ്പുറം കോഴിക്കോട് അവിടെ നിന്നൊക്കെ ടീംസ് വരുമ്പോൾ എന്തായാലും ഒരു ഫ്ലോപ്പും ആവില്ല. ആ ഒരു ഫാൻ ബേസ് എപ്പോഴും ഉണ്ടാവും. അത് കാലിക്കറ്റ് FC ഒക്കെ നല്ല ടീമാണ്. പിന്നെ ഗെയിം സ്റ്റൈലിനെ പറ്റി നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്? നമ്മളെ മുംബൈയിലെ പോഡ്കാസ്റ്റും പുള്ളിക്കാരനോടും എല്ലാവരോടും നമ്മൾ ചെയ്തപ്പോഴൊക്കെ ചോദിച്ച കാര്യം ഗെയിം സ്റ്റൈലിംഗ്. ISLന്റെ ഒക്കെ ഗെയിം സ്റ്റൈൽ നമുക്ക് അറിയാം. അത് പ്രതീക്ഷിക്കുന്നതൊന്നും നമ്മൾ ഇപ്പോൾ ഒരു നാഷണൽ ലെവൽ ലീഗൊക്കെ നടക്കേണ്ട ഒരു സ്റ്റാൻഡേർഡിലല്ല മോസ്റ്റ് ഓഫ് ദ ഗെയിംസ്. 1-2 ടീമിൻ്റെ ഗെയിംസ് അത്യാവശ്യം തന്നെയാണെങ്കിലും ബാക്കിയുള്ള ഗെയിംസൊക്കെ അവർ എന്താ പറയുക
ഒരു മോഡേൺ ഫുട്ബോളിന്റെ ഒരു സ്റ്റൈലിലേക്കൊന്നും വന്നില്ല ക്ലിയർ. എല്ലാം ആ ഒരു സ്റ്റൈലിനെ പ്ലേയേഴ്സ് ഡെവലപ്പ് ആവുന്നുണ്ട്, പക്ഷെ ടീമിന്റെ ഒരു സ്കൂൾ സ്റ്റൈല. പക്ഷെ സൂപ്പർ ലീഗിലെ ഗെയിമിന് നല്ല വ്യത്യാസം. അത്യാവശ്യം ബോൾ പ്ലേയിങ് ആണ്. ഈ എയർ ബോൾ പരിപാടീസ് ഒക്കെ കുറവാണ്. ഫുൾ ലൈക്ക് ഒരു ഓൾ ഔട്ട് അറ്റാക്കും കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ഒരു പാസിങ് ഗെയിമും കാര്യങ്ങളും ഫസ്റ്റ് മാച്ച് തന്നെ നല്ല ഇന്റൻസീവ് ഗെയിമാണ്. ത്രില്ലിംഗ് മാച്ചായിരുന്നു. രണ്ട് ടീമും കളിച്ചു. മലപ്പുറത്ത് നല്ല അഡ്വാൻറ്റേജ് സപ്പോർട്ട് രണ്ടിനും നല്ല 4 ടീമിനും സപ്പോർട്ട് ഉണ്ട്. കൊച്ചി ബാക്കി 4 ടീമിന് എല്ലാ 6 ടീംസിനും ഇപ്പോൾ തിരുവനന്തപുരം കഴിഞ്ഞ കളിയുണ്ടായിരുന്നു മുംബൈസിന്റെ. അതൊക്കെ ഭീകരതായിരുന്നു. വൻ ഫാൻസ് ആയിരുന്നു. ഒഴുകി വൻ ലൈക് സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഉഷാറായിരുന്നു. അവരുടെ ഗ്രൗണ്ടും ഇതിന് വേണ്ടിയിട്ട് പുതുക്കിയായിരുന്നു, റിനോവേറ്റ് ഒക്കെ ചെയ്തു. ആ കളീൻ്റെ വൈകുന്നേരം ഒരു റീല് വന്നിട്ടുണ്ടായിരുന്നു. ലൈക്ക് ആ ഗ്രൗണ്ടൊക്കെ കാണിച്ചിട്ട് നല്ല രസം സെറ്റായിട്ട്. അല്ല അപ്പം അതിൻ്റെ കൂടെ ഈ ലീഗ് വരുമ്പോൾ അതിൻ്റെ ഒപ്പം ഗ്രൗണ്ടും എല്ലാം തന്നെ സീസൺ ഇപ്പം 4 ഗ്രൗണ്ട് ഇല്ല, 6 ടീംസ് ഉണ്ട്. 2 ടീമിൻ്റെ ഹോം ഗ്രൗണ്ട് ഇല്ല. അടുത്ത വർഷം ഒബ്വിയസ്ലി ഫാൻസ് ഡിമാൻഡ് ചെയ്യാൻ ഫാൻസിനെ എന്തായാലും അവർക്ക് ഹാപ്പി ആക്കി വെക്കണം. ഇങ്ങനത്തെ ഒരു ഫ്രാഞ്ചൈസിക്ക് റൺ ചെയ്യും. സോ അൾട്ടിമേറ്റ്ലി ഇതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഫെസിലിറ്റീസും ഫുട്ബോൾ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ. അല്ല, ഇതിലൊരു ഇൻവെസ്റ്റ് ചെയ്ത നല്ല ഓപ്ഷൻ ആണെന്ന് ചിലപ്പോൾ ഈ വർഷം കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പം അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജസ് ആണെങ്കിൽ കൂടി ഭയങ്കര എക്സ്പെക്ടേഷന് അനുഭവമായിട്ട് തന്നെയാണ്. അതൊക്കെ വന്നോ എന്നാ തന്നെ. അല്ല, ഇവരുടെ ഫാൻ ബേസിന്റെ കാര്യമാണ് ശരിക്കും ഞെട്ടിച്ചത്. എല്ലാ ക്ലബ്സിനും ഏകദേശം 100K ഫോളോവേഴ്സിൻ്റെ അടുത്തായി ഇൻസ്റ്റഗ്രാമിൽ. ആൾക്കാർ ഫോളോവേഴ്സും വ്യൂ ഒക്കെ ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, സൂപ്പർ ലീഗ് കേരളക്ക് തന്നെ 130K സംതിങ് ആയി. വെച്ച് നോക്കുമ്പോൾ അതൊക്കെ നല്ല ഒരു നമ്പറാണ്. ഇപ്പൊ റീൽസ് കാര്യങ്ങളൊക്കെ വരുന്ന പറഞ്ഞ പോലെ എല്ലാ ക്ലബ്സിനും ഒരു ബ്രാൻഡ് അംബാസിഡർ പോലെ വന്നിട്ടുണ്ട്. ഇപ്പം കാലിക്കറ്റ് ബേസിൽ ജോയിൻ ചെയ്തു. കണ്ണൂർ ആസിഫ് അലിയാണ്. മലപ്പുറം സഞ്ജു സാംസൺ പുള്ളിക്കാരുടെ എൻട്രി ഒരു റീലൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു. കൊച്ചി പൃഥ്വിരാജ്. അല്ല, ഇത് ഇനിയും വരും. ഇനിയും ടീമും വരും. ടീംസും വരാൻ പോകും. സക്സസ്ഫുൾ ആണെന്ന് പുതിയ ഫ്രാഞ്ചൈസീസ് 14 ജില്ലയുണ്ടല്ലോ. കാസർഗോഡിന്റെ ടീമൊക്കെ വരും. ക്ഷമിക്ക്, ഈ കൊല്ലം ക്ഷമിക്ക്. സപ്പോർട്ട് ഉണ്ടാവണം. പക്ഷെ കാസർഗോഡ് ടീമൊക്കെ വന്നാലല്ലോ വൻപോട്ടെ ലീഗേ മാറും. കാസർഗോഡ് നിങ്ങള് സെവൻസ് കാണാൻ പോകണം. അപ്പം നിങ്ങൾക്ക് അറിയാം. മലപ്പുറം എന്നൊക്കെ പറഞ്ഞില്ലേ, മലപ്പുറത്തിനെക്കാളും നമുക്ക് കുറച്ചുകൂടി അടുത്തറിയാം. കാസർഗോഡ് ഫുട്ബോൾ ഭയങ്കര നമ്മുടെ ആ ഒരു ബോർഡർ ഉണ്ടല്ലോ, കാസർഗോഡ് കണ്ണൂർ, അതിൻ്റെ ഇടയിൽ ഒരു ഭയങ്കരമായിട്ട് ഒരു ഫാൻ ബേസ് ഉണ്ട്. ഇപ്പൊ സാഹലിന്റെ നാട് ഒരു റേസ് ആണ് സാഹലിന്റെ നാട്. അപ്പൊ ഒരുപാട് പ്ലേസസ്. അല്ല, അതാണുള്ളവരും റാഫിന്റെ തൃക്കരിപ്പൂരൊക്കെ ഒരു ടീമുണ്ട്. ഷൂട്ടേഴ്സ് പടന്ന. പിന്നെ നമ്മുടെ നാട്ടിലെ മിർഷാദ് നോർത്ത് ഈസ്റ്റ് ഗോൾ കീപ്പർ നീലേശ്വരം എല്ലാം. അല്ല, ഇതുപോലെ വേറെ കുറെ നാടുകളൊക്കെ ഉണ്ടാവും നമ്മളറിയാത്തോണ്ട്. കൂടുതലും മലബാറിൽ നിന്നാണ് ആൾക്കാർ വരുന്നത്. പക്ഷെ എല്ലാ നാട്ടിലും ഉണ്ട്. അറിയപ്പെടാത്തോണ്ടായിരിക്കും പത്തനംതിട്ട. അല്ല, ഇനിയിപ്പോ ഈ ലീഗ് ടീംസിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോഴേക്കും വരും ഈ ടാലൻസ് ഒക്കെ. പിന്നെ പാലക്കാടൊക്കെ ആക്ച്വലി നല്ല ടീമൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മള് യൂത്ത് ലീഗ് കാര്യങ്ങളൊക്കെ കളിക്കാൻ പാലക്കാട് നോക്കിയ ടീമൊക്കെ ഉണ്ടാവാറുണ്ട്. ഭയങ്കര ടീമൊക്കെ ഉണ്ട്. ഐഫാന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ക്ലബൊക്കെ ഉണ്ട്. ഉഷാറ് ടീം അവരൊക്കെ. Under 16, Under 14 ഒക്കെ. അതേപോലെ ലോക്കൽ ടാലൻസ് ഒരുപാട് റെസ്ട്രിക്ഷൻ ഉണ്ടാവും വരും. ഇത് അൾട്ടിമേറ്റ്ലി ഒരു മണി ഗെയിം. ഇൻവെസ്റ്റ്മെന്റ് ധൈര്യത്തോടെ ഇവരൊന്നും
ലാഭം പ്രതീക്ഷ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരൊന്നും ആയിരിക്കില്ല. ലാഭം വരുമായിരിക്കും, പക്ഷെ ഇതൊക്കെ ഒരു അല്ല ഇത് ലോങ് ടൈമില് വരുമായിരിക്കും ഇതൊക്കെ. ലോങ് ടേമിൽ വരുമായിരിക്കും. നിങ്ങൾ നമ്മളിപ്പോൾ നോക്കിയാൽ ISL പോലും ലാഭത്തിലെന്ന് പറയുന്നത്. കേരളത്തിലെ ലീഗ് ഇത് പ്രോഫിറ്റബിൾ ആവുന്നത് മാത്രമല്ല, ഇവിടെ ഒരു എന്താ പറയുക, ഒരു സോഷ്യൽ കോസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പ്രോഫിറ്റബിലിറ്റി സെക്കൻഡറി ആണ്. കാരണം ഇവരൊക്കെ ഓൾറെഡി ബിസിനസ് ചെയ്ത് പ്രൂവ് ചെയ്ത ആൾക്കാരാണ്. ഇതിലെ മേജർ ഗ്രൂപ്പ്സ് ഒക്കെ അത്യാവശ്യം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവർക്ക് ഇതൊരു വൺ ഓഫ് ബിസിനസ്, വൺ ഓഫ് ദി ബിസിനസ്സായി ഫാഷനിൻ്റെ ആൾക്കാർ മാത്രമേ ജോയിൻ ചെയ്തില്ല. അല്ല അതിൻ്റെയൊക്കെ റിസൾട്ട് ഇവര് ഇനീഷ്യലി കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ലൈക്ക് അതായത് ജനങ്ങൾ ഏറ്റെടുക്കണ്ടല്ലോ. ആൾക്കാർക്ക് ആദ്യം എല്ലാവർക്കും ഉണ്ടായ ഡൗട്ട് ഇതായിരുന്നു, ഇത് എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യും. ഈ ഫാൻ അക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ട്, പക്ഷെ അതിനനുസരിച്ച് ഇവർ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടെന്നാണ്. അത് വരും ഇനീഷ്യൽ സ്റ്റേജിൽ. ഗെയിം നല്ല ഗെയിം. ഇപ്പം ലാസ്റ്റ് പണ്ടോട്ടൊക്കെ ഗെയിം ഉണ്ട്, ഭയങ്കര ത്രില്ലിംഗ് മാച്ച്. സെക്കൻഡ് ഹാഫിലല്ലേ, ഫസ്റ്റ് ഹാഫ് 90th മിനിറ്റിൽ സ്കോർ ചെയ്ത് 2 ഗോൾ, 90th 94th മിനിറ്റിലും ഗോൾ അടിച്ച് ജയിച്ചത്. വീരവലയായിരുന്നു എല്ലാ കളിയും. പിന്നെ ഭയങ്കര ടൈറ്റ് മാച്ചസ് ആണ്. ഏറ്റവും കൂടുതൽ ഡ്രോ ഉണ്ടായിരുന്നു. അതിൻ്റെ കോഴിക്കോടൊക്കെ ഇപ്പം ഒരു കളി ജയിച്ചു, 2 ഡ്രോ ആണ്. എല്ലാറ്റും 2 കളി ഡ്രോ. എന്താ പറയാ, ഒരാൾക്ക് ഇങ്ങനെ എല്ലാ കളിയും ജയിച്ചു പോണ ആ പരിപാടിയൊന്നും ഇല്ല. ഇല്ല, നല്ല ടൈറ്റാണ്. അങ്ങനെ നമുക്കൊരു കോഴിക്കോട് ഞാൻ ഫസ്റ്റ് കളിയൊക്കെ കണ്ടത് ഭയങ്കര സ്ട്രോങ് ആണെന്ന് വിചാരിച്ചു. ഡ്രോ ആയിരുന്നു. അല്ല അത് മാറും, ഇനിയും മാറും. മലപ്പുറം നല്ല സൗണ്ട് ടീമാണ്. പിന്നെ ബ്രോഡ്കാസ്റ്റിങ്ങിന് വേണ്ടി ഇവർ ഹോട്ട്സ്റ്റാർ എടുത്തതുകൊണ്ട് എന്തായാലും ആൾക്കാർ കാണാനുണ്ടാവും. പിന്നെ സ്റ്റേഡിയത്തിൻ്റെ ഒരു ഇത് പ്രശ്നം കാരണം ക്യാമറ ക്വാളിറ്റി ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മളിപ്പോൾ കണ്ണൂരും അവിടെ ഒക്കെ പോകുമ്പോൾ ക്യാമറയുടെ എന്താ പറയുക, ഇവിടുത്തെ സ്റ്റേഡിയം എന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വിഷ്വലി നമുക്ക് അത് ഒരു യൂറോപ്യൻ ഫുട്ബോളിൻ്റെ ഒരു ഇത് കിട്ടുന്നുണ്ട്. പക്ഷേ അവിടുത്തെ സ്റ്റേഡിയത്തിൻ്റെ ഹൈറ്റ് കുറവും കാരണം ക്യാമറ ക്വാളിറ്റി ഒരു എന്താ പറയുക. അല്ല അതിനൊക്കെ ഉള്ളത് ഒരു എന്തായാലും അപ്ഗ്രേഡ് ചെയ്യും അതിന് വേണ്ടിയിട്ട്. ഇപ്പൊ ഇനീഷ്യലി ഇങ്ങനെ ഫസ്റ്റ് സീസൺ അല്ലേ പോട്ടേന്ന് അതൊക്കെ വരും. പിന്നെ ഒന്നുമില്ലാത്ത ഇതൊക്കെ വലിയൊരു അച്ചീവ്മെന്റ് ആണ്. അതോ പിന്നെ ഗ്രൗണ്ടും കുറച്ച് ചെറുതാണ്, ഫുട്ബോൾ സ്റ്റേഡിയം ഒന്നും അല്ല ഇത് ശരിക്കും. അപ്പൊ അതിന്റെ ഒരു ലിമിറ്റേഷനും ഉണ്ട്. ഇന്റർനാഷണൽ ഫുട്ബോൾ സ്റ്റേഡിയം ഗൈഡ്ലൈൻസിൽ ഉണ്ടാക്കിയത് നല്ലത്. എക്സിസ്റ്റിംഗ് ഉണ്ടായ ഫുട്ബോൾ സ്റ്റേഡിയം ഫുട്ബോൾ സ്റ്റേഡിയം തന്നെ അല്ലല്ലോ, അത്ലറ്റിക്സിനുള്ള സ്റ്റേഡിയം. ഫുട്ബോൾ സ്റ്റേഡിയത്തിന് വേണ്ടി ഫുട്ബോളിന് വേണ്ടി ഉണ്ടാക്കിയൊരു സ്റ്റേഡിയം അല്ല. നമ്മളെ ഈ ഷീയായിട്ട് നമ്മൾ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ സംസാരിച്ചപ്പോൾ പുള്ളിയും പറയുന്നത് ഇന്ത്യയിൽ തന്നെ ഒരു പ്രോപ്പർ ഡെഡിക്കേറ്റഡ് ഫുട്ബോൾ സ്റ്റേഡിയം ഇല്ല. അതായത് ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിന് ഇന്ത്യ ഫുട്ബോൾ കൺട്രിയിൽ ഇല്ലാന്ന് വെച്ചാൽ അപ്പൊ തന്നെ മനസ്സിലാക്കല്ലോ. പിന്നെ നമ്മള് സുഭാഷിഷ് റോയ് FC കൊച്ചിന്റെ ഇത് പറഞ്ഞില്ലേ, ഫോഴ്സ കൊച്ചിന്റെ പോഡ്കാസ്റ്റിൽ പുള്ളിയും പറഞ്ഞല്ലോ. അതെ, പുള്ളിയും പറഞ്ഞല്ലോ കൊറേ ഗ്രൗണ്ട് ഉണ്ട് പക്ഷെ ഫുട്ബോൾ ഗ്രൗണ്ട് ഇല്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് സൂപ്പർ ലീഗ് കേരളയുടെ വിശേഷങ്ങൾ. ആ കളി ഇനി മുന്നോട്ട് പോകുന്നുണ്ട്, എല്ലാവരും തീർച്ചയായും കാണണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ചെയ്യാൻ സ്വന്തം ലോക്കൽ ലീഗ് അൾട്ടിമേറ്റ്ലി ഓൾറെഡി സപ്പോർട്ട് അത്യാവശ്യമുണ്ട്. അത് അവര് ഫസ്റ്റ് മാച്ച് കഴിഞ്ഞതിന് ശേഷം കൂടിയതല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ചാമ്പ്യൻസ് ലീഗ് മാച്ചസിനെ പറ്റി സംസാരിക്കാം. ചാമ്പ്യൻസ് ലീഗ് തുടങ്ങി, അതായത് സോറി ഗേൾ ഫ്രണ്ട്, സോറി ഫാമിലി, ചാമ്പ്യൻസ് ലീഗ് ഇസ് ബാക്ക്. ഇപ്രാവശ്യം കുറെ ഗെയിംസ് ഉള്ളതുകൊണ്ട് ചാമ്പ്യൻസ് ലീഗ് അത് മാച്ചസിന്റെ എണ്ണം കൂടിയിട്ടുണ്ട്. പുതിയ ഫോർമാറ്റ് ആണ്, നമ്മളത് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര ഹെക്ടിക് ആയിരിക്കല്ലേ പ്ലേയേഴ്സ്. അതെ അതെ, അവർക്ക് ഫുള്ളായില്ലേ. മൺഡേ വരെ പ്രീമിയർ ലീഗ് ഉണ്ട്, ട്യൂസ്ഡേ തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് ട്യൂസ്ഡേ ഫ്രൈഡേ വീണ്ടും പ്രീമിയർ ലീഗ് സ്റ്റാർട്ടായി. അതിൻ്റെ ഇടയിൽ യൂറോപ്പ ലീഗും ഉണ്ട്, തേഴ്സ്ഡേ ഫ്രൈഡേ കോൺഫറൻസ് ലീഗ്. പിന്നെ അങ്ങോട്ട് ഫുള്ള് മാച്ചസ് ആണ്. അതുകൊണ്ട് സൂപ്പർ ലീഗ് കേരള ഉണ്ട്, ISL ഉണ്ട്.
ഫുട്ബോൾ ഫാൻസിന് പറ്റിയ ടൈമാണ്. ടൈമാ ഇനി ഓണം കഴിഞ്ഞിട്ട് അതെ ബോളുള്ള അടിച്ച് കളിക്കാം. സ്റ്റാർട്ട് ചെയ്തോട്ട് ഇന്റർനാഷണൽ ബ്രേക്കിന്റെ ടൈം കുറയുമല്ലേ? ഇല്ല, ഇന്റർനാഷണൽ ബ്രേക്ക് ഇതിന്റെ ഇടയിൽ വരുന്നുണ്ട്. അതെ ഞാൻ പറയാം, കുറച്ച് ഡ്യൂറേഷൻ എന്തായാലും കുറയുന്ന വിചാരിച്ചു. പക്ഷെ വല്ല എങ്ങനെയാണ് ഇവര് മാനേജ് ചെയ്യുന്ന അറിയില്ല. അതാണ് പ്ലേയേഴ്സ് പറയുന്നത്. സ്ട്രൈക്കിന് പോകുന്നൊക്കെ കഴിഞ്ഞ ഒരു ഇന്റർവ്യൂല് റോഡ്രി അങ്ങനെയാണ് ഗെയിം ടൈം. ഇവരൊക്കെ കൂടുതൽ കമേഴ്ഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പരിപാടി തന്നെയാണ്. കോമ്പറ്റീഷനും കൂടി കിട്ടോ. ചാമ്പ്യൻസ് ലീഗിന്റെ ഫോർമാറ്റിലൊന്നും മാറ്റേണ്ട ഒരു ആവശ്യമുണ്ട്. പക്ഷെ മാറ്റേണ്ട ആവശ്യമില്ല ഫോർമാറ്റില്. അതാണ് ഈ ഫോർമാറ്റിൽ ഒരു എന്റർടൈൻമെന്റ് സൈഡ് കൂടി പ്രീ ക്വാർട്ടറിലും ക്വാർട്ടർ സെമിയൊക്കെ കിട്ടുന്ന ഒരു എന്താ എക്സൈറ്റ്മെന്റും ആവേശമൊക്കെ കുറച്ച് നേരത്തെ ഗ്രൂപ്പ് സ്റ്റേജിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ ആയിരുന്നു ഇത്. പക്ഷെ അത് പ്ലേയേഴ്സിന് അത് ഇഞ്ചറീസ് സാധ്യത ഉണ്ടെന്ന് പറയണു. പക്ഷെ അപ്പൊ അല്ല ഇനി സബ്സ്റ്റിറ്റ്യൂഷൻസ് യൂട്ടിലൈസ് ചെയ്യണം. ബെഞ്ചിൽ ഇങ്ങനെ കുറെ പേരുണ്ടാവുമല്ലോ. സ്കോഡ് ഡെപ്ത് ഒന്ന് കൂട്ടണം. ഇപ്പം ഇമ്പോർട്ടന്റ് മാച്ചസിൽ ആൾക്കാരെ കൊടുക്കുന്നതും ഇനി അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യാം. ഇനി അങ്ങനെ പ്ലാൻ ചെയ്യണം. അപ്പൊ under-21 വരെ പിള്ളേരെ എടുത്തിട്ട് കളിക്കാൻ പറ്റും. ഓപ്പർച്യൂണിറ്റി വൈസ് ഉണ്ട്. രണ്ട് സൈഡും ഉണ്ട് ഇതിന്. ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഇൻഫോം ആയിട്ടുള്ള ലീഗ് കോമ്പറ്റിംഗ് ടീംസ് ഒക്കെ ഉണ്ടാവുമല്ലോ, ഇവർക്കൊക്കെയാണ് ഈ പ്രശ്നം. ടീം മാറുമ്പോൾ തന്നെ ടീം മാറിന്റെ ആ ഒരു ജെല്ലുണ്ടല്ലോ, അതെ ജെല്ലാവുന്ന ഒരു സ്റ്റൈൽ ആയിട്ട് സിറ്റിയുടെ കാര്യം എത്ര സബ് ബാക്കി ഉണ്ടെങ്കിലും 90 മിനിറ്റ് വരെ ടീം അതേ ടീം തന്നെ കളിക്കുക. ഗെയിം സ്റ്റൈലൊക്കെ ഡെപ്ത് ഉണ്ടായിട്ട് കാര്യമില്ല പുള്ളി ഒരു ടീമിന്. അതെ ചെങ്ങനെ പോകും. അപ്പൊ എല്ലാരും പറയും സിറ്റിക്ക് 3 ടീമുണ്ട്, പുള്ളിയുടെ ടീമേ കളിക്കും. അതെ ഏത് ഗെയിമാണ് ഒപ്പോണൻസ് അനുസരിച്ച് മാറും. അല്ല ഇപ്പൊ ഗാർഡിയോള കൊണ്ടുവന്ന ഈ സ്റ്റൈല് ഓഫ് ഫുട്ബോൾ കുറെ ടീംസ് യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ എല്ലാവരും ഒരേ സ്റ്റൈൽ ഓഫ് ഫുട്ബോളിലോട്ട് പോയി കഴിഞ്ഞാല് അതൊരു ബോറിംഗ് ആവുന്നു. ഇപ്പം പ്രീമിയർ ലീഗിൽ തന്നെ ഇപ്പം മാനേജേഴ്സ് ആർസണലിന്റെ ആണെങ്കിൽ ചെൽസിന്റെ ഗാർഡിയോളയുടെ അസിസ്റ്റന്റ് ആയിട്ട് വന്ന് യുണൈറ്റഡിലെ ടെൻ ഹാഗ് അങ്ങനെയാണ്. പെപ് ഗാർഡിയോളയുടെ ഒരു സ്റ്റുഡൻസ് ഫിലോസഫി ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. ആർസണലിന്റെ ആണെങ്കിൽ ഇപ്പോൾ സിമിലർ ടു സിറ്റി അതേ പ്ലേയിങ് സ്റ്റൈലാണ്. അതെ ആർസണൽ ഇവരുടെ ഗെയിമൊക്കെ അറിയുമ്പോൾ അതെ ഇപ്പൊ ഫുട്ബോളിൽ ഇപ്പോൾ ആ ഒരു പെപ് ഗാർഡിയോളയുടെ ഇൻഫ്ലുവൻസ് വല്ലാണ്ട് പ്രീമിയർ ലീഗിൽ നമുക്ക് കാണാൻ പറ്റും. പ്രീമിയർ ലീഗിൽ മാത്രമല്ല എല്ലാ ലീഗിലും അത് ഉണ്ട്. ഇപ്പൊ ബുണ്ടസ് ലീഗില് കമ്പനി ഉണ്ടല്ലോ എന്റെ 9-2 കളി കറ്റ ബയൺ പണ്ട് മുതലേ ഇങ്ങനെയാണ്. അത് ഏത് കളി അത് ലീഗ് ഇതിന്റെ ഇടയിൽ അതാരും അറിഞ്ഞില്ല. ബയൺ 9 യുണൈറ്റഡ് 7 ചെറുതായി പാടാണ്. എല്ലാരും അറിയാം. ഞങ്ങള് 7 ഗോൾ അടിച്ചായിരുന്നു. ഹാരിക്കൻ ചുമ്മാ വെറുതെ 3 ഓടി നടക്കൂലേ. 3 പെനൽറ്റി വെറുതെ. പിന്നെ സബ്ബായി വന്നവരൊക്കെ ഇതിന് ഗോൾ അടിച്ചിട്ട് പോവുക. പക്ഷെ ഇതിലൊരു ഇതുണ്ട് കേട്ടോ, ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ട്. കാരണം ഇതിപ്പോ ലീഗ് ഫോർമാറ്റ് ആയില്ലേ, ഇപ്പൊ ഗോൾ ഡിഫറൻസ് അതാണ് പ്ലസ് ഫസ്റ്റ് മാച്ച് വരുമ്പോ പ്ലസ് മാക്സിമം ഗോൾ ഇതിപ്പോ അങ്ങനെ ഇനി 1-2 ഗോൾ അടിച്ചിട്ട് സേഫ് ആവുന്ന പരിപാടി ഇല്ല. പരിപാടി ഇല്ല. ഈ ലീഗിന്റെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞാല് ഫസ്റ്റ് 8 ടീം കഴിഞ്ഞാൽ ബാക്കിയുടെ ടീമിന് വീണ്ടും മാച്ചസ് ഉണ്ട്. പിന്നെ ഒരു അവർക്ക് പിന്നെ ഒരു നോക്കൗട്ട് പോലെ ഒരു മാച്ചസ് ഫിക്സർ മൊത്തം മാറില്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ളൊക്കെ സെയിം റൗണ്ട് ഓഫ് 16 സെയിം ഫോർമാറ്റ്. എന്താ പറയാ സീസൺ കഴിഞ്ഞ ബ്രേക്ക് ഒക്കെ കൂട്ടു വന്നത്. അതെ ഭയങ്കര എക്സോസ്റ്റഡ് ആയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇന്റർനാഷണൽ ബ്രേക്ക് വരുമല്ലോ. അത് ഗെയിംസ് വരുമല്ലോ. ഇല്ല ഇനി ക്ലബ് ഫുട്ബോളിൽ ഈ വർഷം ഇന്റർനാഷണൽ ഇല്ല. ഈ വർഷം ക്ലബ് വേൾഡ് കപ്പ് ആണ്. ടീം യൂറോപ്പ് ഫോർമാറ്റ് മാറി. സാധാരണ എല്ലാ വർഷവും ക്ലബ് വേൾഡ് കപ്പ് ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇപ്രാവശ്യം ഇനിയിപ്പം 4 വർഷത്തിൽ വേൾഡ് കപ്പ് നടക്കണ പോലെ ക്ലബ് വേൾഡ് കപ്പ് ഗ്രൂപ്പ് സ്റ്റേജ് കഴിഞ്ഞിട്ട് ട്രയലി എനിക്ക് തോന്നുന്നു വേറെ ഭയണോ അങ്ങനെ കഴിഞ്ഞ 4 വർഷം മുമ്പ് ചാമ്പ്യൻസ് ലീഗ് നേടിയ ഇനിയിപ്പോ അടുത്ത 4 വർഷം അങ്ങനെ അവരൊക്കെ ക്വാളിഫൈ ചെയ്യും. വേൾഡ് കപ്പിന്റെ ഇയർ ഫോർമാറ്റ് ഫോളോ ചെയ്യേണ്ടത്.
പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം ഈ വർഷം ചാമ്പ്യൻസ് ലീഗ് നേടി അതാണ് 4 വർഷം കഴിഞ്ഞിട്ടാണ് ക്ലബ് വേൾഡ് കപ്പ് കളിക്കുക. ആ ഒരു പ്രശ്നമുണ്ട്. ടീം മാറും, പുതിയ ടീം മാറും. അത് 4 വർഷമുള്ള ടീമിന് വേണ്ടിട്ട് ഇപ്പൊ ഒരു ക്വാളിഫൈ ആയ പോലെ. അല്ല എല്ലാരും ഇപ്പൊ ഈ ചെൽസിനൊക്കെ കണ്ടല്ലേ, ഇതുവരെ പുറത്തുനിന്ന് ആരും അടിച്ചിട്ടുണ്ടോ അല്ലേ? ഇല്ല, യൂറോപ്പ് ചെൽസിനെ പോരാതിരിക്കണോ? ചാമ്പ്യൻസ് ലീഗ് അടിക്കുന്നത് അവർക്ക് തന്നെയാണ് അത്. രാഹുൽജി ചെൽസിനെ കണ്ടില്ലേ, അവരിങ്ങനെ പ്ലെയർ ഫാം നമ്മൾ കഴിഞ്ഞ മേടിച്ചു കൂട്ടുണ്ട്. എന്താ ഇങ്ങനത്തെ ഒരു സംഭവം വരുന്നുണ്ട്. അതെ അത് ആ മൊത്തത്തിൽ അങ്ങനെ കളിയാൻ ഇരുന്ന് കഴിയും. ഇഞ്ചറി 60 ഇഞ്ചറി ചാമ്പ്യൻസ് ലീഗിൽ പോലും ഇല്ല. എന്നിട്ടാണ് അതൊക്കെ ഇല്ല. നമ്മള് യൂറോപ്പയിലുണ്ട്, പിന്നെ നമുക്ക് മാച്ചസ് ഉണ്ട്, 8 മാച്ചസ് കൂടിയില്ലേ, ഓർമ്മല്ലേ പാടുണ്ട്. അല്ല ഇപ്പൊ യൂറോപ്പിന്റെ നല്ലത് ആക്ച്വലി. ജസ്റ്റ് കളിയെ തന്നെ ഇപ്പൊ കാണാല. അത് പിന്നെ ടീമൊക്കെ ഒന്ന് സെറ്റായി വരട്ടെ. നമ്മള് കളിയൊക്കെ സ്റ്റൈലൊക്കെ മാറി. നമ്മള് ബാഴ്സേന്റെ അവസ്ഥ കണ്ടില്ലേ, 2-1 തോറ്റു. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ 8 കളിയിൽ 1 കളി തോറ്റു. ലീഗ് ഫോർമാറ്റ് ആയതുകൊണ്ട് താഴെയാണ്. അതെ -1 ഗോൾ ഡിഫറൻസ്. വേറെ ക്ലബ്സ് ഒക്കെ കളിച്ചിട്ടുണ്ട്. നേരത്തെ അങ്ങനെ നോക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, 3 ടീമേ ഉണ്ടാവുള്ളൂ എതിരെ. ഇപ്പം 48 ടീം. ഇനി പ്രശ്നം വെച്ചാൽ ഇവരുമായിട്ട് ഇനി വേറെ കളിയും വരുന്നില്ല, എല്ലാം ഡിഫറെന്റ് ടീമായിട്ട് അത് കളി. അപ്പൊ പുതിയ ടാക്ടിക്സ് ആയിരിക്കും എപ്പോഴും കാണുന്നത് മുന്നിൽ, പുതിയ പ്ലെയേഴ്സ്. ഒരു ടീമിനെതിരെ ചിലപ്പോൾ ഹോമാവോ എറിയാവാം, അങ്ങനെ ആയിരിക്കും. ഡിഫിക്കൽട്ടി അടിപൊളിയായിരിക്കും അല്ലേ. ചെറിയ ടീമിനും കയറി വരാം. ഗ്രൂപ്പ് സ്റ്റേജിൽ നല്ലോണം പെർഫോം ചെയ്താൽ അവര് 8 കളിയിൽ ഒരു 5-6 കളി ജയിച്ച 5 കളിയൊക്കെ അപ്പൊ അത്രയും തന്നെ ജയിക്കുകയും വേണം, ഗോൾ ഡിഫറൻസും വേണം. നീ അതും നോക്കുമല്ലോ. അപ്പൊ ചാമ്പ്യൻസ് ലീഗ് തുടങ്ങി ഫസ്റ്റ് വീക്ക് ആയിട്ടുള്ളൂ. എക്സൈറ്റിംഗ് ആണ്, കുറച്ച് ടഫാണ് പ്ലേയേഴ്സിന്റെ സൈഡിൽ. കളി കാണുന്നവർക്ക് അതെ. നമ്മൾ ഈ ഇന്റർനാഷണൽ കളികളൊക്കെ പറയുന്നതിൻ്റെ ഇടയിൽ രാഹുൽജിന്റെ അക്കാഡമി 2 ട്രോഫി അടിച്ചു എന്ന് കേട്ടല്ലോ. ചക്കോളസും യൂത്ത് ലീഗും ഏജ് കാറ്റഗറി 14 14 ഭീകര ടീംസ്. ഇനിയിപ്പം കേരള സ്റ്റേറ്റ് ലെവൽ മാച്ചസ് ആണ്. അപ്പൊ ഇതിൽ ജയിച്ച പ്ലേയേഴ്സിന് പ്രൊമോഷൻ നെക്സ്റ്റ് ലീഗ്. അല്ല, ഇത് ലീഗല്ല ആക്ച്വലി. ഇത് ഈ ഒരു ഏജ് കാറ്റഗറിക്ക് ലീഗിൻ്റെ ആക്ച്വലി അവർക്ക് നടക്കുന്ന ഒരു ടൂർണമെൻ്റ് ആവും. അപ്പം ഇത് കഴിഞ്ഞാൽ ഇനി സ്റ്റേറ്റിലേക്ക് പോകും. സ്റ്റേറ്റ് ജയിച്ചാൽ നാഷണൽ ലെവലിലേക്ക് കഴിഞ്ഞു സെലക്ഷൻ. അപ്പൊ ഇപ്പൊ അത് എപ്പോഴാണ് അറിയാം നമുക്ക്. ഇപ്പൊ 22 സ്റ്റാർട്ട് ചെയ്യും നെക്സ്റ്റ് ഈ ചക്കോളസിന്റെ നെക്സ്റ്റ് ഫേസ് സ്റ്റേറ്റ് ലെവല്. അത് കഴിഞ്ഞാൽ AIFF യൂത്ത് ലീഗിന്റെ അടുത്ത മാസം സ്റ്റാർട്ടിങ് തന്നെ ഉണ്ട്. എല്ലാം പാക്ഡാ. ഇപ്പൊ ലീഗ് സ്റ്റാർട്ട് ചെയ്യും, വുമൻസ് ലീഗ് സ്റ്റാർട്ട് ചെയ്യില്ല. വുമൻസ് ലീഗിന്റെ ആരും പറഞ്ഞപ്പോ നമ്മളെ കണ്ണൂരൊരു കോച്ച് ഉണ്ട്. ഓക്കെ, അത് നമ്മുടെ നാട്ടിലെ ഇത്ര വലിയൊരു കോച്ചൊക്കെ ഉണ്ടെന്ന് ആർക്കും അറിയില്ല ആക്ച്വലി. അവരൊക്കെ നമ്മളുടെ അടുത്ത പോഡ്കാസ്റ്റിലേക്ക് കൊണ്ടുവരാം. ഓക്കെ. അപ്പോൾ പുള്ളിക്കാരുടെ പേര് പ്രിയ എന്നാണ്. പുള്ളിക്കാരെ ആക്ച്വലി വർക്ക് ചെയ്യാത്ത ടോപ്പ് മോസ്റ്റ് എല്ലാ ക്ലബ്സിനും വർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ടീമിന്റെ അസിസ്റ്റന്റ് കോച്ചായിട്ടും അണ്ടർ 17 അങ്ങനെ എല്ലാ കാറ്റഗറി വുമൻസിന്റെ എല്ലാ കാറ്റഗറിയും പുള്ളിക്കാരി 15 വർഷത്തോളമായി. സാഫ് കപ്പിന്റെ ഇന്ത്യൻ ടീമിന്റെ അസിസ്റ്റന്റ് കോച്ചാണ്. നമ്മൾ കണ്ണൂരിലാണ്, നമ്മളൊക്കെ കാണാറുണ്ട്. അപ്പോൾ അവരെ കൗൺസിലിൽ ചെയ്താണ് ഒരുപാട്. ഒരു 15 വർഷമായി കേരളത്തിൻ്റെ തന്നെ കോച്ചായിരുന്നു. കഴിഞ്ഞ വർഷത്തെ ബെസ്റ്റ് ലേഡി കോച്ചൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. AIFFന്റെ റെക്കഗ്നീഷനൊക്കെ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല എന്താ പറയുക വിഷനിസ്റ്റിക് അയാൾ തന്നെയാണ്. അത്യാവശ്യം ഇപ്പോൾ സാഫ് കപ്പിൻ്റെയൊക്കെ അസിസ്റ്റന്റ് കോച്ച് ഇന്ത്യൻ ടീമിൻ്റെ അസിസ്റ്റന്റ് അഭിമാനിക്കാല്ലേ. നമ്മളിപ്പോൾ കാണുന്ന ആളാണ്. പോഡ്കാസ്റ്റിന് വിളിക്കണം കുറച്ച് ആൾക്കാരെ. അതെ, നമ്മളെ നാട്ടിൽ ഇപ്പോൾ ആർക്കും അറിയിക്കാം. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ വുമൺ ഫുട്ബോളൊന്നും ആരും ഫോളോ ചെയ്യുന്നില്ല. മെൻസ് ഫുട്ബോൾ തന്നെ ഫോളോ ചെയ്യുന്നില്ല. ഇന്ത്യൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വരുന്നത്.
വുമൺ ഫുട്ബോൾ ഇതിന്റെ പാരലലി ആയിട്ട് നന്നായിട്ട് റൺ ചെയ്യുന്ന ഒരു സാധനമാണ്. കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ വേൾഡ് കപ്പ് ഒക്കെ കളിക്കുന്നുണ്ടെങ്കിൽ ആദ്യം വുമൻസ് ടീം ആയിരിക്കും സാധ്യത. വേൾഡ് കപ്പ് ഒക്കെ കളിക്കാൻ സാധ്യത. അവരെയും ഒരുപാട് ലീഗ്സ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പം ISL വുമൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അതെ കേട്ടായിരുന്നു. ഈ പ്രിയ കോച്ച് ആക്ച്വലി ഗോകുൽ FC ഉണ്ടായിരുന്നു വുമൻസിന്റെ കോച്ചായിട്ട്. പിന്നെ നമ്മുടെ ഐ ലീഗിലെ ക്ലബ്സിന്റെ ഉണ്ടായിരുന്നു. പിന്നെ കൂടുതലും ഇന്ത്യൻ ടീമിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇന്ത്യൻ ടീമിന്റെ കഴിഞ്ഞ വർഷത്തെ ടീമിന്റെ കൂടെ അസിസ്റ്റന്റ് കോച്ചായിട്ട് ഇതൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അല്ല ഇനി അതുപോലെ അതുപോലെ കുറെ ആൾക്കാർ ഇപ്പം ഫ്രണ്ടിലേക്ക് വരുന്നുണ്ട്. ഒരു ഡി ലൈസൻസ് കോച്ചിങ്, ഓരോ ലൈസൻസിങ് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് വരുന്നുണ്ടാവും. അല്ല ഈ 10 വർഷം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴൊക്കെ എൻവയറമെന്റ് ഒക്കെ വന്ന് ഇതായിട്ടുള്ളൂ, എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളൂ. അപ്പൊ ആ ടൈമില് തന്നെ ഇവര് അതെ ആ ഒരു പാഷനൊക്കെ നമുക്ക് വിചാരിക്കുന്നതിന്റെ അപ്പുറം ആ ഒരു 15 വർഷം എന്നൊക്കെ തൊട്ട് സ്റ്റാർട്ട് ചെയ്ത. അപ്പൊ അവരെ ഇങ്ങോട്ട് ക്ഷണിക്കായി നമ്മൾ അടുത്ത പോഡ്കാസ്റ്റ് നല്ലതായിരിക്കും. നമ്മുടെ ഓഡിയൻസിനും ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ഇൻഫോർമേഷനും കിട്ടുമല്ലോ. അത് നമുക്ക് പറഞ്ഞിടല്ല. അതെ ഇങ്ങനെയാണ് ആ ഒരു ആരുവ ഫുട്ബോളൊക്കെ അതിന്റെ പൊട്ടൻഷ്യൽ എന്താണ്, യൂത്ത് എന്താണ്, പല ക്ലബിന്റെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ഇവരെന്തായാലും കൊണ്ടുവരാം. യെസ്. അപ്പൊ ഈ ആഴ്ചത്തെ ഇനി പ്രീമിയർ ലീഗൊക്കെ വരുന്നുണ്ട്, സൂപ്പർ ലീഗ് നടക്കുന്നുണ്ട്. ശക്തമായി തിരിച്ചു വരുന്നതായിരിക്കും. വരട്ടെ. ഈ വർഷം നമ്മള് കപ്പടിച്ചിരിക്കുക. അത് പറഞ്ഞപ്പോഴാണ് നിങ്ങളുടെ ട്രയല് തുടങ്ങിട്ടോ. ഇവരുടെ 115 ചാർജ് ആൾ ജയിക്കുന്ന 100% കോൺഫിഡൻസ് ഉണ്ട്. അയ്യോ എനിക്ക് തോന്നുന്നില്ല, നോക്കാം. 115 ചാർജസ് ഉണ്ട്. അതെ കേസസ്. ആവും. കഴിഞ്ഞ സീസണില് എവർട്ടന്റെ 2 കേസ് വന്ന് അപ്പൊ തന്നെ പോയിന്റ് ഡെഡ്യൂസ് ചെയ്ത്, അതായത് 10 പോയിന്റ് ഡിഡക്ട് ചെയ്ത്. നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന് എതിരെ 1 കേസ് വന്ന് അടുത്ത ആഴ്ച തന്നെ ഇവരുടെ പോയിന്റ് കട്ട് ചെയ്ത്. പക്ഷെ ഇത് പൈസയുടെ പവർ കേസ് ഉണ്ടെന്നേ ഉള്ളൂ, തെളിയിച്ചിട്ടില്ല. അല്ല അതാ പറഞ്ഞത്, തെളിയിച്ചതുകൊണ്ടാണ് എവർട്ടന്റെ 2 തെളിയിച്ചു. അതിന്റെ കേസ് ഇപ്പൊ ട്രയലോ സ്റ്റാർട്ട് ആവണുള്ളൂ. അറിഞ്ഞൂടാ. നമ്മള് മറ്റേ എന്താ പറയാ, ഇങ്ങനെ ഈ ജേർണലിസ്റ്റുകാർ ഫോട്ടോ എടുക്കൂലേ, ഇങ്ങനെ ഒളിഞ്ഞിന്നിട്ടൊക്കെ ഫോട്ടോ എടുക്കൂലേ, അപ്പൊ കാണുന്ന കൊട്ടക്കണക്കിന് ഫയലും പേപ്പറൊക്കെ ആയിട്ട് പോവാണെന്ന് കോടതിയിലോട്ട്. അപ്പൊ അങ്ങനെ ഒരു സംഭവം കൂടി നടക്കുന്നുണ്ട്. സിറ്റിക്ക് പോയാൽ നമുക്കൊരു കോമ്പറ്റീഷൻ ഇല്ല. എന്താ ചെയ്യാ, നമുക്കൊരു കോമ്പറ്റീഷൻ ഇല്ല. നിങ്ങൾ എടാ നമ്മള് ഡൗൺ ആയി പോയതുകൊണ്ടല്ലേ 10 വർഷം നിങ്ങള് അഴിഞ്ഞാടി, അതൊക്കെ മതി. കഴിഞ്ഞു. ഡൗൺഫോള് എറാസ് കം ടു ആൻ എൻഡ്. കേട്ടിട്ടില്ലേ? ഡൗൺഫോൾ തുടങ്ങിയതേ ഉള്ളൂ. ഓക്കെ എടാ ഞങ്ങളുടെ സ്റ്റേഡിയം വരെ പൊളിഞ്ഞ് പുറത്താവുന്ന അവസ്ഥയാണ്. പുതിയ സ്റ്റേഡിയം വരുന്നുണ്ട് കേട്ടാ. അപ്പോഴേക്കൊക്കെ ലീഗിൽ ഉണ്ടാവണേ. നമ്മളെ റീബിൽഡ് ചെയ്യുന്നുണ്ട്, ലീഗ് ഉണ്ടാവുക. നമ്മളെ റീബിൽഡ് നടന്നുകൊണ്ടിരിക്കും. ഡിവിഷൻ ജയിച്ചിട്ട് അപ്പോഴേക്കും വരും സ്റ്റേഡിയം. സെക്കൻഡ് ഡിവിഷനിലൊക്കെ പോയി തിരിച്ചു. ഇവര് മുമ്പ് ജയിച്ച ചാമ്പ്യൻഷിപ്പ് തന്നെ റിമൂവ് ചെയ്യില്ലേ? 2009 തൊട്ടുള്ള കേസസ് ആണ്. ഏതാണ് തെളിയിക്കുന്നത്? അതെ ഇത് എല്ലാരും പറയണ കോടതി തെളിയിക്കട്ടെ. അപ്പൊ ഗൈസ് നമുക്ക് അടുത്ത ഗെയിം വീക്സ് ഒക്കെ വരട്ടെ. അപ്പോഴേക്കും കുറച്ച് റിസൾട്ട്സ് ഒക്കെ വരുമല്ലോ. കൂടുതൽ ചാമ്പ്യൻസ് ലീഗ് മാച്ചസ്, ചാമ്പ്യൻസ് ലീഗ്, യൂറോപ്പ ലീഗ്, കോൺഫറൻസ് ലീഗ് എല്ലാം ഉണ്ട് കേട്ടോ. നമ്മള് ചാമ്പ്യൻസ് ലീഗ്. ഓക്കെ എന്നാ മൈൻഡപ്പ് ചെയ്യാം. എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അല്ലേ? ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യും. വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കും. അതെ, നമ്മുടെ ഇനി പ്ലാൻ ചെയ്യുന്ന കുറെ നമ്മളെ വീഡിയോസ് അങ്ങനെ പെട്ടെന്ന് വരുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഡിലേ ആവും. റീൽസ് ഒക്കെ വരുന്നുണ്ട് ഇടയിൽ. റീൽസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. കീപ് സപ്പോർട്ടിങ് അസ്. താങ്ക് യു.